കുറെ കഴിഞ്ഞാണ് മാർവൽ യൂണിവേഴ്സിൽ ഒരു സിനിമ കണ്ടിട്ട് ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്തത്. അത് ഭയങ്കര നല്ല റൈറ്റിംഗ്, ഭയങ്കര കഥകളുണ്ടെന്നല്ല, അത്യാവശ്യം കുറച്ചു കാലമായ ഒരു നല്ലൊരു സൂപ്പർ ഹീറോ സിനിമ കണ്ടിട്ട് അതുകൊണ്ട് ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്തു. തണ്ടർ ബോൾട്സ് എന്ന സിനിമ ബെസ്റ്റ് ഓഫ് മാർവൽ യൂണിവേഴ്സിന്റെ സിനിമ അല്ലെങ്കിലും നല്ലൊരു എൻഗേജിങ് സിനിമ അനുഭവം തന്നെ സമ്മാനിച്ചായിരുന്നു. ടിപ്പിക്കൽ ടെംപ്ലേറ്റ് സ്റ്റോറി തന്നെയുള്ളൂ, പക്ഷെ എന്നാലും അത്യാവശ്യം കുറച്ച് ഡിഫറൻറ്റ് സിനിമ തന്നെയാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ ഡിഫറൻസ് ആണ് ഈ ഒരു സിനിമയിൽ നമ്മൾ കുറെ കാലമായി മാർവൽ തന്നെ പരിചയപ്പെട്ടതും പരിചയപ്പെടാത്തതുമായ കുറെ ആന്റി ഹീറോസ് ആണ് ഇതിലെ നായകന്മാർ. സോ അങ്ങനെ റാൻഡമായി സെലക്ട് ചെയ്ത് അവരെ നന്നായിട്ട് ഒന്നിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് അവരുടെ ഇടയിൽ തന്നെ തോന്നുന്ന ആ ഒരു ഓക്വേർഡ്നെസ്, ഒരു കണക്ഷൻ ഇല്ലായ്മ നമുക്കും ആദ്യം ഈ ഹീറോസിനോട് നമുക്ക് തോന്നാം. പക്ഷെ പയ്യെ പയ്യെ നറേറ്റീവിന്റെ ഒപ്പം തന്നെ നമ്മളും അവരും അവരുടെ ആ ഒരു സ്പെഷ്യൽ ബോണ്ടിങ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവാണ്. മാർവൽ ഫേസ് 1 ഓരോ ഹീറോസിനും ഓരോ സിനിമ കൊടുത്ത് പയ്യെ പയ്യാണ് ഡെവലപ്പ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നത്. അങ്ങനെ ഫൈനലി അവഞ്ചേഴ്സ് എന്ന സിനിമ വന്നപ്പോൾ നമുക്കൊരു ഒരു ഫാമിലി ഫീലിംഗ് കിട്ടി അതിലെ ഹീറോസിനോട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ആ ഒരു സ്പെഷ്യൽ ബോണ്ടിങ് തോന്നില്ലെങ്കിൽ പോലും ഒരു ചെറിയ ഇഷ്ടം തോന്നി ഈ പുതിയ ഹീറോസിനോട്. സോ ഏറ്റവും ആദ്യത്തെ പോസിറ്റീവ് ആണ് ഇതിലെ ഹീറോസ്, അവരുടെ ഫ്ലോസ്, അവരുടെ സ്പെഷ്യൽ ബോണ്ടിങ്, പിന്നെ അവരുടെ കെമിസ്ട്രി. സോ ഏറ്റവും ആദ്യം നമ്മൾ ഗുഡ് വർക്ക് എന്ന് പറയേണ്ടതിന്റെ റൈറ്റേഴ്സിനോടാണ്, എറിക് പിയേഴ്സൺ ആൻഡ് ജോഅന കാലോ. ആ ഒരു സ്ക്രീൻ പ്ലേനെ വളരെ നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ജാക്ക് ഷ്രയർ എന്ന ഡയറക്ടർ. തണ്ടർ ബോൾട്സ് എന്ന സിനിമ ഒരു ആക്ഷൻ സിനിമയാണെങ്കിലും ഇതിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ഈ ഓരോ ഹീറോസിന്റെ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിന്റെ അവരുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനോടാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ അവർ വില്ലന്മാരായിക്കോട്ടെ, അവർ നടന്മാരായിക്കോട്ടെ, നമുക്ക് എല്ലാവരോടും നമുക്കൊരു സോഫ്റ്റ് കോർണർ ഫീൽ ചെയ്യും. അത് സോഫ്റ്റ് കോർണർ ഫീൽ ചെയ്യും. അത് നല്ലൊരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഇതിൽ ഓരോ ആക്ടേഴ്സ് അവരുടെ ക്യാരക്ടേഴ്സിനെ വളരെ വളരെ നല്ല ജസ്റ്റിസോടെ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് വാസ് അപ് ടു ദ മാർക്ക്. മ്യൂസിക്, വിഷ്വൽസ് എല്ലാം ഒരു മാർവൽ സിനിമയുടെ ഫീൽ തരുന്നുണ്ടായി. അതേപോലെ തന്നെ ഇതിന് 3D ഒരു വേസ്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത് ആസ്പെഷ്യലി. പക്ഷെ 2D കാണാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഇല്ല. VFX വളരെ നന്നായിരുന്നു. ഓവറോൾ ഒരു നല്ലൊരു എൻഗേജിങ് മാർവൽ സിനിമ തന്നെയായിരുന്നു തണ്ടർ ബോൾട്സ് എന്ന സിനിമ. കോമഡി, ആക്ഷൻ, ഇമോഷൻ എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് സീനും മിഡ് ക്രെഡിറ്റ് സീനും കാണണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നും പറയുന്നില്ല. അതാരും വേണമെങ്കിൽ കാണാം.